ഓയിൽ, മുട്ട, ഉരുളൻകിഴങ്ങ്, അണ്ടിക്കിഴമ്പ് ഇതൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. സംഭവം ഒരു ഹെൽത്തി റെസിപ്പിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. എന്തായാലും നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. റംദാൻ മാസം ആയതുകൊണ്ട് ഈ ഒരു റെസിപ്പി എന്തായാലും ഉപകാരപ്പെടുമെന്ന് അറിയാം. മയോനൈസ് എന്ന് പറയുന്നത് കുറച്ച് കാലഘട്ടങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. സംഭവം കുറച്ച് അൺഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പേടിയാണ്. പക്ഷെ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയൊക്കെ നല്ല ടേസ്റ്റാണ്. 250 ml കപ്പിൽ 2 കപ്പാണ് നമ്മൾ എടുക്കുന്നത്. അതായത് 500 ml പാലാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് അധികം പാല് വേണം, കാരണം ഓയിലോ മുട്ടയോ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. എന്തായാലും 2 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. സാധാരണ പാല് തിളപ്പിക്കുന്ന പോലെ അധികം അടി പിടിക്കാണ്ട് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി. പാല് പിരിച്ച് പനീർ ഉണ്ടാക്കൂലേ, നമ്മൾ ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ വെച്ചിട്ടാണ് പാല് പിരിക്കാറ്. അതേ സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ ഇവിടെയും ചെയ്യുന്നത്. നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ നമ്മളൊരു പാത്രത്തിലേക്ക് പിഴിയണം. കൃത്യ ഒരു അളവ് കിട്ടാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് പിഴിഞ്ഞെടുക്കുന്നത്. നമ്മൾ 2 ഭാഗവും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ടേബിൾ സ്പൂണിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് പിരിക്കാം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ നമുക്കൊരു ടേബിൾ സ്പൂണിലേക്ക് ഒഴിക്കാം. അതിന് കൃത്യ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ചെറുനാരങ്ങ 1 ടേബിൾ സ്പൂൺ ആയിരുന്നു കേട്ടോ കൃത്യം ഉണ്ടായിരുന്നത്. ചെറുനാരങ്ങയുടെ വലിപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ കിട്ടുന്ന നീരിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചപ്പോൾ നമുക്ക് പാല് നമുക്ക് വിചാരിച്ച പോലെ പിരിഞ്ഞു വന്നില്ല. അതുകൊണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ സംഭവം ശരിക്ക് പിരിഞ്ഞ് ഇതുപോലെ അങ്ങനെ വെവ്വേറെ ആയിട്ട് കിട്ടിയത്. പിരിഞ്ഞു വന്നിട്ടുള്ള ആ പാല് നമുക്കൊരു അരിപ്പയിലേക്ക് അരിച്ചു മാറ്റാം കേട്ടോ. അതായത് ഇതുപോലെ ഒരു അരിപ്പയിലേക്കോ അല്ലെങ്കിൽ ഒരു തുണിയിലേക്കോ നമുക്ക് നല്ല തുണിയാണെങ്കിൽ നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം, അതിലേക്ക് നമുക്ക് ഇതേപോലെ അരിച്ചൊഴിക്കാം. അതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് താഴേക്ക് പോയിക്കോട്ടെ. ഈ സംഭവം ചൂടാറണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, നമ്മൾ സാധാരണ മയനൈസൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ജാറിലേക്ക് ഇത് മാറ്റാം കേട്ടോ. ഇതിൻ്റെ കൂടെ 1-2 ഐറ്റംസും നമുക്ക് ചേർക്കണം. വെളുത്തുള്ളിയാണ് വേണ്ടത്. 2 അല്ലി മതിയിട്ട്. അത് ചെറിയ അല്ലി ഇതുകൊണ്ടാണെങ്കിൽ 3 എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വലിപ്പമുള്ള അല്ലിയാണെങ്കിൽ 1-2 മതി. പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാം കേട്ടോ. പഞ്ചസാര 2 നുള്ളു പഞ്ചസാര മതി. പഞ്ചസാര അതിൽ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. നമ്മൾ ഊറി വന്നിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അത് വെച്ച് അരച്ച് വന്നപ്പോൾ ശരിക്കും അറിഞ്ഞില്ല. വീണ്ടും 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് അരച്ചപ്പോഴാട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയത്. നിങ്ങൾ അരയ്ക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ. ഈ ഊരി വന്ന വെള്ളം തന്നെ ഒഴിക്കണം എന്നില്ല കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് അരച്ചാലും മതി. മൊത്തം 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചപ്പോഴാട്ടോ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടി. നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂണും അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കിയിട്ട് വീണ്ടും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് ഒഴിച്ച് അരച്ചെടുത്താൽ മതി. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ മയോണൈസിൻ്റെ കൃത്യം പക്ക ടേസ്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു 90% ആ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഹെൽത്ത് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കഴിക്കാൻ രുചിയുള്ളൊരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓയിലും മുട്ടയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന മയോണൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മയോണൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 50% കലോറി കുറവാട്ടാ. അതുപോലെ തന്നെ 30% പ്രോട്ടീൻ കൂടുതലും 10 മടങ്ങ് കുറവാണ് ഇതിൻ്റെ ഫാറ്റും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് വന്നാലും കുഴപ്പമില്ല കേട്ടോ. സംഭവം അടിപൊളിയാണ്.